ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ച കാര്യമില്ല. ഈവൻ ഞാനിന്ന് രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ കൂടിയും എനിക്കിന്ന് വൈകുന്നേരം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ ഇട വരുമെന്ന് ഞാൻ കരുതിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ കണ്ടൻറ്റായിട്ട് വരുന്നെന്നോ അല്ലെങ്കിൽ അടുത്ത വെളുപ്പിക്കലായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് കുറേ ഇപ്പോൾ കമൻറ്റുകൾ വരും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങളെങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചോളി. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. അതായത് ഇന്നിപ്പോൾ എനിക്ക് നേരെ ഒരു പഴിചാരൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് നേരെ എനിക്ക് നേരെ കുറച്ച് കരിവാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ അറിയാനുള്ളൊരു കാര്യം, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് ശരിക്കും രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ഒരു വശം മാത്രം ആരും കാണരുത്, രണ്ട് സൈഡ് മാത്രം കണ്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ള അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളെ വീട്ടിലുള്ളതായിക്കോട്ടെ, നിങ്ങളെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ വന്ന കാര്യം എന്ന് പറയുമ്പോൾ, എനിക്കെതിരെ ഒരുപാട് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വേറൊന്നുമല്ല, ഇന്നിപ്പോൾ സൗഫിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ സൗഫിയുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് അവർ റീസെൻ്റ്ലി 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. അവരിപ്പോൾ ഇന്ന് ഒരു വീഡിയോ സൗഫിയുടെ ഹസ്ബൻഡ് ഇടുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, അവർ കുറച്ച് കാര്യങ്ങൾ എന്നെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. കുറച്ചല്ല, 1-2 പോയിന്റ്സ് അതിനകത്ത് എന്നെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യാവസ്ഥയാണോ, അത് എന്താണ് അതിലുള്ളത്, അത് വെറുതെ പറയണതാണോ, എന്തൊക്കെയാണെന്ന് കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും കമൻറ്റിലൂടെയൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊന്ന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സത്യം എന്താണെന്ന് പുറത്ത് പറയണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ ഇതിനകത്ത് ആരെയും വലിച്ചിടാനോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ അല്ല, ഒരിക്കലും അല്ല. ഇതിപ്പോൾ അവരായിട്ട് ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനായിട്ട് അങ്ങോട്ട് അതിൻ്റെ മറുപടി എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്നോണം എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം കടമയാണ്, എൻ്റെ മാത്രം ചുമതലയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ മാത്രമായിട്ട് എൻ്റെ ഫാമിലിയിൽ വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് നേരെ വന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വല്ലാതൊന്നും കാര്യങ്ങൾ വലിച്ച് നീട്ടി മുന്നോട്ട് പോകുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് വരാം. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് അവരുടെ വീഡിയോ കണ്ടു കാണും, സൗഫിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ, 1-2 കാര്യമെന്ന് പറയുമ്പോൾ, അതായത് ചക്കരയുടെ ഡെലിവറി റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ, ഒരു 6 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ സൗഫിയുടെ ഹസ്ബൻഡിനെയോ ഞാൻ വിളിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത് അവർ പറയുന്ന കാര്യം. രണ്ടാമത് പറയുന്ന കാര്യം, അതായത് അവരുടെ രണ്ടാമത്തെ കുട്ടിക്ക് സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും വിളിച്ചന്വേഷിച്ചില്ല എന്നാണ് രണ്ടാമത് പറയുന്ന കാര്യം. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ മൂന്നാമത് പറയുന്ന വേറൊരു കാര്യം, ചക്കരയെ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 7ാം മാസത്തിൽ വളകാപ്പെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൂട്ടിക്കൊണ്ടുവരലെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ചക്കരേൻ്റെ ഫാമിലി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ സൗഫിയും അവരും സൗഫിയുടെ ഹസ്ബൻഡും പങ്കെടുക്കാത്ത കാര്യം ഞാൻ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാരണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാരണങ്ങളാണ്. ഇനി ഞാൻ പറയുകയാണ്, ഈ 3 കാരണങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ പിന്നാമ്പുറം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് ഇത്രയും നേരം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് തെറി വിളിച്ചിട്ടായാലും, കുറച്ച് പഴിചാരിയിട്ടായാലും, കുറച്ച് കുറ്റം പറഞ്ഞിട്ടൊക്കെയായാലും നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഏതൊരാളെ സംബന്ധിച്ചും 2 സൈഡ് നോക്കാതെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. നിങ്ങളിപ്പോൾ ആ സൈഡ് മാത്രം കേട്ടിട്ട് എന്നെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ ഇതൊന്നും അല്ല. ഞാൻ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് 2-3 ദിവസം മുന്നെയാണ് തുടങ്ങിയ സംഭവങ്ങളാണെന്ന്. അതായത് ചക്കരയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് സൗഫിയുടെ ചാനലിൽ ചക്കരയുടെ ഡെലിവറി കഴിഞ്ഞ കാര്യം പറയുന്നില്ല, എന്തുകൊണ്ട് ഒരു വാക്കുപോലും അവർ പറയുന്നില്ല എന്നൊക്കെ പിന്നീട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ അവരോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊന്നിലേയും തുടങ്ങിയതല്ല. ഏകദേശം 1 വർഷം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് മുന്നേ എന്താണെന്ന് എനിക്കറിയില്ല. അതിന് മുന്നേ അവരുടെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി.
അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് എനിക്കെതിരെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് മുന്നേ പറഞ്ഞു. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് നമുക്ക് എന്തോരം കണ്ടന്റുകളുണ്ട്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട കാര്യമില്ല. അതായത് പിന്നെ അവരുടെ വീഡിയോയിൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്തരം ചോദിച്ചു എന്തുകൊണ്ട് സൗഫി നിങ്ങൾ പിന്നെ ചക്കര പ്രസവിച്ച കാര്യങ്ങൾ പറയണ്ടെന്ന് ചോദിച്ച് അവരെന്തോ ടെൻഷനായിരുന്നോ പ്രഷറായിരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തുകൊണ്ടത് എന്നെ വലിച്ചിട്ടു ഇതിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ വലിച്ചിട്ടു എന്നാണ് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയാമോ? അവിടെ തൊട്ടാണ് ഞാൻ തുടങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് മുതലാണ് ഞാൻ ഇവരുടെ ഓരോ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അന്ന് കല്യാണത്തിന് സൗഫിയുടെ ഹസ്ബൻഡൊക്കെ കല്യാണത്തിന് മുന്നേ തലേ ദിവസമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കല്യാണം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കല്യാണ പന്തലിൽ എല്ലാത്തിനും പിന്നെ മുന്നിട്ട് ചക്കരയെ കല്യാണം കഴിപ്പിക്കുന്ന ആ ഒരാളായിട്ട് എല്ലാത്തിനും മുൻകൈ എടുത്തുന്ന ആളാണ് നൗഫൽ, അതായത് ഇവരുടെ ബ്രദർ. അപ്പോൾ അന്ന് ചക്കരയുടെ വാപ്പ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് പറ്റാവശ്യനായിട്ടൊക്കെ വന്ന് ഡിസ്ചാർജ് കിടന്ന് വീട്ടിലുള്ള സമയമാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ വാപ്പ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരന് കല്യാണം ചെയ്യാനോ അല്ലെങ്കിൽ മകളുടെ ഏറ്റവും ചെറിയ മകളുടെ കല്യാണം കൂടിക്കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ നിന്നത് നൗഫലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂത്ത താത്ത എന്നുള്ള നിലയ്ക്ക് സൗഫി ചെയ്തില്ലെങ്കിലും സൗഫിയുടെ ഹസ്ബൻഡ് അവിടെ ചെയ്യാനുള്ള കാര്യം ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നിട്ടൊക്കെ ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളും കടമകളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് ചെയ്താതൊന്നുമല്ല. ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമായി കേട്ട കാര്യത്തിൽ. പുള്ളിക്കാരൻ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ വന്നിട്ട് കല്യാണത്തിന് കൂടി രാവിലെ വന്നു, മുന്നേ വന്നു, പക്ഷെ കല്യാണത്തിന് വന്നു അതേപോലെ തന്നെ രാവിലെ മണ്ഡപത്തിലെത്തി. എത്തിയതിനു ശേഷം കല്യാണം കൂടിയതിന് ശേഷം അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു സൗഫിയോ അല്ലെങ്കിൽ അവരോ തമ്മിലുള്ള എന്തോ ചെറിയ പ്രശ്നമോ എന്തോ കാര്യങ്ങളാണ്. അപ്പോൾ അവരവിടെ വന്നതിന് ശേഷം കല്യാണത്തിന് പുള്ളിക്കാരൻ എൻ്റെ കല്യാണത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. അന്ന് സൗഫിയും അവരൊക്കെ വിളിച്ചു. അപ്പോൾ എന്നിട്ടും പുള്ളിക്കാരൻ നിന്നില്ല. പുള്ളിക്കാരൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ സൗഫിയും കുട്ടികളൊക്കെ എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് സൗഫിയുടെ ഭർത്താവ് നേരെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി. ഞങ്ങളുടെ കല്യാണത്തിന് പകുതി വരെ കൂടിയിട്ട് ആ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കണം നേരായപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പോയിട്ട് തമിഴ്നാട്ടിൽ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ റിസപ്ഷൻ, പിറ്റേ ദിവസമല്ല 2 ദിവസം കഴിഞ്ഞിട്ട് കൊല്ലത്ത് ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാനും ചക്കരയും നേരെ വീട്ടിൽ പോയി, കൊല്ലത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷന് ഇവിടെ നിന്ന് എല്ലാവരും ഫാമിലി ഒരു ബസ്സിൽ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ഓൾറെഡി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞു. അന്ന് വന്നത് സൗഫിയും സൗഫിയുടെ 2 മക്കളും മാത്രമാണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഫാമിലിയിലെ ഒരു കാര്യത്തിനോ എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും പുള്ളിക്കാരൻ വന്നിട്ടില്ല. സൗഫിയും മക്കളും ആകെ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയതിന് ശേഷം കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരും അവരുടെ വീട്ടുകളിൽ കാര്യങ്ങളിലോട്ടൊക്കെ മടങ്ങി. അതിനുശേഷം ഇവരുടെ ഫാമിലിയിൽ തന്നെ ചക്കരയുടെ ഫാമിലിയിൽ തന്നെ ഒരു പിന്നെ കല്യാണം വന്നു. ഇവരുടെ ബന്ധത്തിലൊരു കല്യാണം വന്നു. ആ കല്യാണത്തിന് അതേപോലെ തന്നെ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങളും വന്നു. ഇതേപോലെ സൗഫിയും വന്നു, സൗഫിയുടെ 2 മക്കളും വന്നു. ഈ പറഞ്ഞ ഭർത്താവ് വന്നില്ല. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് സൗഫിയുടെ പിന്നീട് ചക്കരയുടെ ബന്ധം എന്ന് പറയുമ്പോൾ സൗഫിയുടെ അത്ര അടുത്ത ബന്ധത്തിലുള്ളതാണ്. അവിടെ അമ്മാവൻ്റെ മകളുടെ കല്യാണത്തിനായിരുന്നു സംഭവം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഈ സൗഫിയുടെ ഹസ്ബൻഡ് വന്നില്ല. അപ്പോൾ കല്യാണത്തിനൊക്കെ വന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മായും ഉപ്പായും ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാവരും കൊല്ലത്തുനിന്ന് വന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു പുതുക്കത്തിലും മോഡിയിലൊക്കെ അല്ലേ ഞങ്ങളും കല്യാണത്തിനൊക്കെ വന്ന് കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂടി ഒരു 2, 3, 4 അങ്ങനെ എത്ര ദിവസങ്ങളാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏകദേശം 1 വർഷമായ കാര്യമാണ്, ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ കല്യാണം കൂടിയതിന് ശേഷം തിരിച്ച് സൗഫിയും മക്കളും സേലത്തോട്ട് പോവുകയാണ്. അന്ന് ഇവരാദ്യം പോകാൻ പ്ലാൻ ചെയ്തത് ട്രെയിനിലാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അതിൽ നൗഫൽ പറഞ്ഞു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ട്രെയിനിൽ പോകണം, ഞങ്ങൾ കാറിൽ പോകാമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളും പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറിൽ പോകാം. കാറിലാകുമ്പോൾ എനിക്കും ചക്കരയ്ക്കും സൗഫിയുടെ വീട്ടിൽ, ചക്കര മുന്നേ സൗഫിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, ഞാനും ചക്കരയും കൂടി വരാം, ഞങ്ങൾ കാറിൽ പോവുകയും ചെയ്യാം, നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാവത്തുമില്ല, ലഗേജ് സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വരുകയും ചെയ്യാം, നമുക്ക് നിങ്ങളുടെ നാടും വീടൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളന്ന് കാറിലാണ് പോയത്. അന്ന് നൗഫൽ കാറിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് നൗഫലിൻ്റെ കാറിൽ ഞാനും നൗഫലും ചക്കരയും നൗഫലിൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ 4 പോയത്. 4 5 ആളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ എത്തിയപ്പോൾ കഥ വേറൊരു സംഭവം, വേറൊരു ടെസ്റ്റ് അവിടെ നടന്നു. നമ്മളവിടെ ചെന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഫിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ രാവിലെ പുലർച്ചെ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 2 മണി 1:30 മണി ആ ടൈമിലൊക്കെയാണ് നമ്മളവിടെ എത്തുന്നത്.
അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ സൗഫിയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ല. സൗഫി നമ്മളിവിടെ നിന്ന് വരുന്ന കാര്യമൊക്കെ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് മുന്നേ പറഞ്ഞു, ഇന്ന് പിന്നെ ഞങ്ങൾ കാറിലാണ്. എന്തായാലും അറിയുമല്ലോ സൗഫി ഒന്നല്ലെങ്കിലും ഇവിടെ നിന്ന് തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകുന്ന കാര്യം എന്തായാലും ഹസ്ബൻഡിനോട് പറയുമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരികയാണ്, നൗഫലിൻ്റെ കാറിലാണ് വരുന്നത്, നിജാസും ചക്കരയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയല്ല 6-7 മണിക്കൂർ 8 മണിക്കൂർ എന്തായാലും കാറിൽ യാത്രയുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടും പുള്ളിക്കാരൻ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ആ വീട്ടിൽ വരാതെ എന്തിനാ അവിടെ മാറി നിന്നു? ഇനി അഥവാ നിങ്ങളിപ്പോൾ വിചാരിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നെന്ന്. എന്തുകൊണ്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ പോരെ? ഞങ്ങളോട് വരുമ്പോൾ ഞങ്ങളൊന്ന് വന്ന് കണ്ട് സംസാരിച്ച് ഞങ്ങളൊക്കെ ഒന്ന് ഇതാക്കാൻ മൈൻഡ് ചെയ്യാൻ അത്ര പോരെ? ഞങ്ങൾക്കിപ്പോൾ അന്നവിടെ വന്നിട്ട് പിന്നെ കാര്യമായിട്ട് നമുക്ക് ബൊഫെ ഉണ്ടാക്കി തരണമെന്നോ ബിരിയാണി ഉണ്ടാക്കി ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ജസ്റ്റ് അവിടെ വന്ന് നമ്മളൊന്ന് കണ്ടിട്ട് ആദ്യമായിട്ട് വരികയാണ്, എന്നും വരികയാണ് അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് അവർക്ക് വന്നിട്ട് നമ്മളൊന്ന് മൈൻഡ് ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്തില്ല. പുള്ളിക്കാരൻ ആ വീട്ടിൽ ഉണ്ടായിട്ട് തന്നെ ഇല്ല. എന്തുകൊണ്ടൊന്ന് മാറിയിരുന്നു? അപ്പോൾ ഇവർ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞത്. മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ പ്രസവത്തിന് ചക്കരേനെ കൂട്ടിക്കൊണ്ട് വരുന്ന കൊല്ലത്ത് നിന്ന് 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടിരുന്ന പരിപാടിക്ക് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇവർ വന്നില്ല എന്ന്. അതേപോലെ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ വീഡിയോയിൽ? ഞാൻ വിളിച്ചില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പിന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഞാൻ വിളിക്കാനുള്ള എൻ്റെ കടമ വരുന്നത്. ഒരു വീട്ടിലും ഭാര്യമാരെ പിന്നെ കുടുംബക്കാരെ വിളിക്കാനുള്ളത് ഭാര്യ തന്നെയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ വിളിക്കാനുള്ളത് ഭർത്താവിനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അതേപോലെ തന്നെ എൻ്റെ കൂടപ്പുറപ്പുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ക്ഷണിച്ചു, വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിച്ചു. അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കടമ. മനസ്സിലായില്ലേ? ഇവളുടെ ചക്കരയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നത് അതൊക്കെ തീരുമാനിക്കാനുള്ളത് അവളും പിന്നെ ചക്കരയും അവളുടെ ഉമ്മായും ബ്രദറൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ചക്കര വിളിച്ചില്ലേന്ന്. ചക്കര വിളിച്ചു. ചക്കര സൗഫിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് ടൂറ് പോകാനുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നൗഫൽ ഈ 10-25 ദിവസം മുന്നേ ടിക്കറ്റ് എടുത്തു, ട്രെയിൻ ടിക്കറ്റ്. അന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 6-7 പ്രാവശ്യം ഉമ്മായും നൗഫലും മാറി സൗഫിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുക്കട്ടെ കൊല്ലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അവർ കോൾ എടുത്തില്ല. അതിനുശേഷം അതിന് മുന്നേ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്ന്. സംഭവം കാര്യമൊന്നുമല്ല, ആ സമയത്ത് അവർക്ക് അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കേക്ക് മുറിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അവർ വരാതിരുന്നത്. പക്ഷേ ശരിക്കും ഉണ്ടായ കാര്യം എന്താണെന്നറിയോ? 5-ാം തീയതി ആയിരുന്നു പിന്നെ ഇവളങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അതേ മാസം തന്നെ 5-ാം തീയതി ആയിരുന്നു ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5-ാം തീയതി പിന്നീട് ഇവളെ വിളിച്ചുകൊണ്ട് വന്ന് വൈകുന്നേരം ഇവരെല്ലാവരും ഇവിടെ എത്തി. ഞാനൊന്നും വന്നില്ല. 5-ാം തീയതി ഞങ്ങളെ വീട്ടിൽ നിന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് വല്ല ചടങ്ങ് കഴിഞ്ഞ് ഇവരോട് എത്തി. പക്ഷേ 6-ാം തീയതി അവർക്കിവിടെ വരേണ്ടി വന്നു. കാരണം 7-ാം തീയതി അവരുടെ കുട്ടിയുടെ സർജറി ആയിരുന്നു. മനസ്സിലായില്ലേ? സർജറി ആയിരുന്നു. ആ ഒരു സർജറിക്ക് അവരോട് വരേണ്ടി വന്നു. അപ്പോൾ ഈ കുട്ടിയുടെ സർജറിയുടെ ഭാഗമായിട്ട് പിന്നെ ഇവർ പിന്നെന്താണ് ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചക്കരയെ വിളിച്ചുകൊണ്ട് വരുന്നത് പിന്നെ ഏതാണ് മെയ് മാസം 5-ാം തീയതി ആയിരുന്നു. മെയ് മാസം 5-ാം തീയതി. അപ്പോൾ ഇവർക്ക് ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ട് ഏപ്രിൽ 28, 29 ആ ഒരു ഡേറ്റ് 30 അങ്ങനെ ഏതൊരു ഡേറ്റ് ആയിട്ട് അവർക്ക് പാലക്കാടേക്ക് വരേണ്ടി വന്നു. അപ്പം അന്ന് അവരുടെ ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ 7-ാം തീയതി കുട്ടിക്ക് സർജറി വേണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? 7-ാം തീയതി സർജറി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അവർക്ക് ഇവിടെ ഒരാഴ്ചയോടെ നിന്നാൽ എന്ത് ചെയ്യാം, ചക്കരൻ്റെ കൂട്ടിക്കൊണ്ടുവരുന്ന പരിപാടിക്കും പങ്കെടുക്കാം, അതേപോലെ തന്നെ 7-ാം തീയതി കുട്ടിയുടെ സർജറിയും ചെയ്യാം. കാരണം 5-ാം തീയതി ചക്കരയെ കൂട്ടിക്കൊണ്ടുവരുന്ന പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 7-ാം തീയതി അവരുടെ കുട്ടീൻ്റെ സർജറിയും കഴിഞ്ഞിട്ട് അവർക്ക് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാം. പക്ഷെ അവർ ചെയ്തത് അന്ന് അവരവിടെ നിന്ന് തിരിച്ചു പോയി. ഡോക്ടർ ഈ ഡേറ്റ് പറഞ്ഞിട്ടൊക്കെ അവർ തിരിച്ചു പോയി. കാരണം അവർക്ക് ബർത്ത്ഡേ ആണ് അവർക്ക് മെയിൻ. അവർക്ക് ബർത്ത്ഡേക്ക് അവിടെ നിന്ന് കേക്ക് മുറിക്കണം എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് അവരെങ്ങനെ പോയിട്ട് 6-ാം തീയതി പിന്നീട് അവരിവിടെ വന്നു. ഞാൻ പറഞ്ഞല്ലോ 5-ാം തീയതി ഇവിടെ എത്തിയതിനു ശേഷം 6-ാം തീയതി അവരുടെ വന്നു. കേക്ക് മുറിക്കലൊക്കെ എന്നിട്ട് ഇവിടെ നിന്നായിരുന്നു കുട്ടീൻ്റെ കേക്ക് മുറിക്കൽ. കാരണം എന്താണ് 7-ാം തീയതി കുട്ടീൻ്റെ പിന്നെ സർജറി ഇവിടെ ആയതുകൊണ്ട് അവർക്ക് വരേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ആ ഒരു 28, 29 ആ ഒരു ദിവസം വന്നതിൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ചക്കര അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു റൂമിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. കാക്കു എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ പിന്നെന്താണ് സൗഫിയും അവരുടെ ഹസ്ബൻഡൊന്നും വരാനില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ചക്കര നീ വിഷമിക്കണ്ട, നീ കരയാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കുന്നൊക്കെയാണ് ഞാനൊന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം അവൾ പറഞ്ഞു എൻ്റെ ഒരു ഏട്ടത്തിൽ എന്നുള്ള നിലയ്ക്ക് അവളല്ലേ നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 7-ാം തീയതി സർജറി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചില്ല എന്നവർ പറയുന്നുണ്ട്. എനിക്കന്ന് എൻ്റെ നാട്ടിൽ വേറെ ഹോസ്പിറ്റൽ കേസായിരുന്നു. എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരാളായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്ക് അതിനിടയിൽ ഇത് വിളിച്ചു തിരക്കാനോ ഒന്നിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ ഇവിടെ ചക്കരയെ വിളിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. കാരണം അവരെ വീട്ടിൽ തന്നെയാണല്ലോ, അത് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വിളിച്ചില്ല പറഞ്ഞില്ല എന്നാണ് അവർ ആ പറയുന്ന പരാതി. അപ്പോൾ എനിക്ക് അതിനകത്തും ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് അന്ന് വേറെ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിക്കാറുള്ളത്. അല്ലാതെ ഇതൊന്നും നമ്മൾ മനസ്സിൽ മുൻകൂട്ടി അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ പറയുമെന്നോ പ്രതികരിക്കുമെന്നോ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല.
കാരണം ഇതുവരെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ആളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന്, സൗഫിയുടെ ഹസ്ബൻഡ് ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനിടയ്ക്ക് പിന്നെ ഉപ്പാടെ മരണത്തിൻ്റെ സമയത്തൊക്കെ ആ ഒരു സമയത്തൊക്കെയും പിന്നീട് ഞാൻ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണ്, ഞാനും നൗഫലൊന്നും അന്ന സമയത്ത് ഞങ്ങൾ കാര്യമായിട്ട് ഇതിന് ഞാനവിടുന്ന് വീഡിയോ ഇടാൻ നിന്നിട്ടില്ല. ആ ഒരാഴ്ചത്തെ ഡ്യൂറേഷൻ ഗ്യാപ്പ് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ നൗഫലിൻ്റെ വീഡിയോയിൽ. ഞങ്ങൾ ആ സമയത്ത് ഉപ്പ മരണപ്പെട്ട സമയത്തൊന്നും ഞങ്ങൾ ഒരാഴ്ച 7 ദിവസത്തോളം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല. നൗഫൽ വീഡിയോ എന്നിട്ടോ അതിനുശേഷം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് നേരം നോക്കിയാലും വീഡിയോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവരവരുടെ ഇഷ്ടം അവരത് ചെയ്തോട്ടെ, അവർ വീഡിയോ എടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. വിഷമം എല്ലാവർക്കും ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ സമ്പാദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വീഡിയോ ഇട്ടില്ല. വെറുതെ ആണെങ്കിൽ ആ ഉപ്പ മരിക്കുന്ന സമയത്തുള്ള എൻ്റെ വീഡിയോൻ്റെ ആ ഒരു ടൈമിലെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ദിവസം ഞാനും നൗഫൽ ഒരുപോലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടില്ല. ഞാൻ നൗഫൽ വീഡിയോ ഇടുന്നില്ല, എനിക്ക് വീഡിയോ ഇടേണ്ട ആവശ്യം ആ സമയത്തില്ല. ആ സമയത്ത് ആ ഒരു ക്യാഷ് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ തന്നെ പോയിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് കാര്യം കൊണ്ട് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ ഞാൻ ഓരോരുത്തരെ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയിട്ട് കൂടിയും ഞാനും ഇത് മോൻ കറുത്തിട്ടോ ഒരു കാര്യത്തിലോ നമ്മളൊന്നും നിന്നിട്ടൊന്നുമില്ല. ഒരു വർത്തമാനത്തിന് നമ്മൾ നിന്നിട്ടില്ല. ഇതുവരെ നല്ല പടിയാണ് സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഡെലിവറിയുടെ കാര്യം. എൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കിപ്പോൾ ഇത്രയും ഇതൊക്കെ വന്നതും അവർ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതും. ഇനി ഞാൻ അതിലേക്ക് വരാം. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം. അതായത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഇവള് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരു ജ്യേഷ്ഠത്തിൽ നിന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഓരോ ജ്യേഷ്ഠത്തിൻ്റെയും മര്യാദയാണ്. അല്ലാതെ ഇവിടെ നിന്നല്ല അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ എനിക്കിപ്പോൾ ഓക്കെയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് സ്കാനിങ് കഴിഞ്ഞു, ഇതൊക്കെ അങ്ങോട്ടല്ല വിളിച്ച് പറയാനുള്ളത്. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ്. എൻ്റെ പെങ്ങന്മാരൊക്കെ ഇതേപോലെ ഡെലിവറി കഴിഞ്ഞതൊക്കെ എനിക്കുണ്ട്. സ്വന്തം പെങ്ങളില്ലെങ്കിലും എൻ്റെ മൂത്തുള്ളതിൻ്റെ വീട്ടിലായാലും അല്ലെങ്കിൽ ഓരോ അമ്മാവിൻ്റെ ഒക്കെ വീട്ടിലായാലും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോരുത്തർ വിളിച്ചിട്ട് ഇപ്പോൾ എൻ്റെ അമ്മ ആയാലും എൻ്റെ അമ്മാവൻ്റെ വീട്ടിലും എൻ്റെ പിന്നെ മറ്റാരെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഏട്ടത്തി എന്നുള്ള നിലയ്ക്ക് സഹോദരി ഇങ്ങോട്ടാണ് വിളിച്ച് ചോദിക്കാനുള്ളത്, അല്ലാതെ ഇവർ അങ്ങോട്ടല്ല പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഡെലിവറീൻ്റെ ആ കാര്യം ഇവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, അല്ല ഞാൻ ഒന്നും ഉണ്ടാക്കി പറയണതല്ല. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ വിളിച്ച് പറയില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ വ്ളോഗ് മുടങ്ങാതെ കാണുന്ന എല്ലാവർക്കും അറിയാം ഡെലിവറി ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത്. ഞാനന്ന് വൈഫിൻ്റെ കൂടെ ലേബർ റൂമിലായിരുന്നു. അവളുടെ കൂടെ ഞാനന്ന് 11 മണിക്ക് രാവിലെ അവളുടെ ലേബർ റൂമിൽ കയറ്റിയതാണ് 26-ാം തീയതി. ഞാനും അവളുടെ കൂടെ അതേപോലെ ലേബർ റൂമിലുണ്ടായിരുന്നു. 9:15 രാത്രി പ്രസവം കഴിയുന്നത്. അതിനുശേഷം കുട്ടീനെയും കൊണ്ടുവന്ന് പുറത്ത് കാണിച്ചതിന് ശേഷം 11 മണിയെ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് എന്തായെന്ന് അറിയാൻ. അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് എന്നാൽ കോളറ്റിനുള്ള നേരം കിട്ടുന്നില്ല. അത്രയും തിരക്കിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ. കാരണം ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഇവിടെ ആ ഒരു പ്രസവ വേദനയിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മളത് കണ്ടിട്ട് നമ്മളതിന് മുന്നിൽ ഇവിടെ മാക്സിമം അതങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:15 അൽഹംദുലില്ലാ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കുട്ടീനെ കൊണ്ടുവന്ന് പുറത്ത് വന്നു ഒക്കെ കാണിച്ചു. അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മനസ്സിലാവും, നൗഫൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉമ്മ സൗഫിനെ വിളിച്ച് പറയണില്ലേ എന്ന്. അന്ന് ഉമ്മായി നൗഫൽ മാറി 2-3 ഫോണിൽ നിന്ന് മാറി ഈ സൗഫിയെയും സൗഫിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചു. രണ്ടുപേരെയും വിളിച്ചിട്ട് ഇവർ രണ്ടാളും ഫോൺ എടുക്കുന്നില്ല. എത്ര വരെ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു 5 വരെ വിളിച്ചിട്ടുണ്ടാവും, നൗഫൽ ഒരു 6-7 വരെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 10-12 പ്രാവശ്യം വിളിച്ചിട്ട് ഇവർ രണ്ടാളും ഫോൺ എടുത്തില്ല. ലാസ്റ്റ് അവർ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ സിനു വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നതെന്ന്. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാം എന്താണ്? സിനുവിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചു. സിനുവിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചു, ചക്കര പ്രസവിച്ചു, പെൺകുട്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എടുത്തില്ല. പിന്നെ അത് അറിഞ്ഞെങ്ങനെയെന്നറിയോ? സിനു എന്നിട്ടും ഈ കാര്യം അവരുടെ പറയാൻ വേണ്ടിയിട്ട് നമ്പർ മാറ്റി വിളിച്ചു. ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിലാണ്, ഞാനും ചക്കര ഇതൊന്നും അറിയുന്നില്ല. സിനു നമ്പർ മാറ്റി വിളിച്ചതിലാണ്, വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചതിലാണ് അവർ കോൾ എടുത്തത്. കോൾ എടുത്തിട്ട് ഇതേമാതിരി സിനു പറഞ്ഞു ആ ചക്കര പ്രസവിച്ച് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് മറുപടി ഇത്രയാണ് പറഞ്ഞത്. ശരി, ഇത്രയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. നൗഫലിൻ്റെ പിന്നെ കുട്ടിയുടെ പ്രസവിക്കുന്ന സമയത്ത്, സിനു പ്രസവിക്കുന്ന സമയത്ത് അന്ന് ഞാനും ചക്കരയും ചക്കരയുടെ ഉപ്പായും പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ ഇതേപോലെ രാത്രി 10:15 നൗഫൽ പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു സിനു പ്രസവിച്ചിട്ടുണ്ടെന്നും. ആ സമയത്ത് എനിക്കറിയാം ഏതൊരു പിന്നെ ഉപ്പാനെ ഉമ്മാനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ ആ ഒരു സമയത്ത് തിരക്കിലായിരിക്കും. അന്ന് ചക്കരയുടെ ഫോണിൽ നിന്ന് സൗഫിയത് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്തില്ല. രണ്ടാമത് ഫോൺ എടുത്തതിൽ പിന്നെ ചക്കര പറഞ്ഞു ഇതേപോലെ ഭാവി പ്രസവിച്ചോ കേട്ടോ, പെൺകുട്ടിയാണെന്ന്. അന്നും ഇതേപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് എനിക്കോ ചക്കരയ്ക്കോ ഒന്നും വിളിച്ചു പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ആ പ്രസവിച്ചു കഴിഞ്ഞ പെണ്ണ് എങ്ങനെ വിളിച്ചു പറയും? എങ്ങനെ വിളിച്ചു പറയും? ഞാൻ എങ്ങനെ വിളിച്ചു പറയും? ഞാൻ ആ ലേബർ റൂമിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ആ തിരക്കിൽ എങ്ങനെ വിളിച്ചു പറയും? എൻ്റെ ഫോണൊന്ന് ഓഫായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്ന് ഏതിലാണ് വീഡിയോ എടുത്തത്? അന്ന് വീഡിയോ എടുത്തത് ഞാൻ നമ്മുടെ ആഷിയുടെ ഫോണിലാണ് ഞാനെന്ന് വീഡിയോ എടുക്കുന്നത്. ആഷിയുടെ ഫോണിലോ നൗഫലിൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആഷിയാണ് എനിക്ക് എടുത്തത്. ആ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണൊന്ന് ഓഫായി. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തം അനിയനെ പോലും ഞാൻ വിളിച്ചു പറഞ്ഞില്ല അന്ന്.
നിങ്ങൾ നോക്കണം. എൻ്റെ സ്വന്തം അനുജ റമീസിനെ പോലും ഞാൻ വിളിച്ച് പറഞ്ഞില്ല. കാരണം എൻ്റെ ഫോൺ ഓഫ് ആയപ്പോൾ എനിക്ക് അതിനുള്ള സമയം സാഹചര്യം ഒന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ ഉള്ളിലായിരുന്നു. എൻ്റെ വൈഫ് അങ്ങനെ തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ അന്നത്തെ രാത്രിയിലത്തെ കാര്യം ഞാൻ പറയണത്. എന്നിട്ട് ഞാൻ പിന്നീട് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരെയും വിളിച്ച് പറഞ്ഞില്ലേ, എൻ്റെ അനുജനെയും മേമാനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞില്ലേ? ഉമ്മ പറഞ്ഞു. അതേപോലെ തന്നെ ഇവരുടെ ചക്കരയുടെ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, പിന്നെ ഉമ്മ നിങ്ങളുടെ ഫാമിലി എല്ലാവരെയും വിളിച്ച് പറഞ്ഞില്ലേ, സോഫി എല്ലാവരെയും വിളിച്ച് പറഞ്ഞില്ലേ, അമ്മായിമാരെ അമ്മാമാരൊക്കെ അതും വിളിച്ച് പറഞ്ഞു എന്ന് ഉമ്മായും പറഞ്ഞു. കാരണം സിനു വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു, അപ്പോഴേ കോൾ എടുത്ത് വിളിച്ച് അറിയിച്ചു എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഇതൊക്കെ ബാക്കിയുള്ളവരും പിറ്റേന്ന് പറയണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ എല്ലാവരും അറിയിക്കേണ്ടവരൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാം അറിയിച്ചു, ഒക്കെ മംഗളമായി റാഹത്തായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് എന്ന് പറയുമ്പോൾ ഇവരെല്ലാ കാര്യത്തിനും ഇവരൊരു മാറി നിൽക്കുന്ന സ്വഭാവക്കാരാണ്. ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പഠിച്ച കാര്യമാണ്. അതായത് നൗഫലിൻ്റെ പിന്നെ കല്യാണ സമയത്ത് ഇവർ ഇതേപോലെ തെറ്റിപ്പോയിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് മാത്രമല്ല, നൗഫലിൻ്റെ കല്യാണത്തിന് ഇവർ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഇനി ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ, അത് അറിയാമെന്നുണ്ടെങ്കിൽ. തെറ്റിപ്പോയി. അതേപോലെ തന്നെ ഈ ഒരു എൻ്റെ പിന്നെ കല്യാണ സമയത്ത് തെറ്റിപ്പോയി. അപ്പോൾ നൗഫലിൻ്റെ പിന്നെ കുട്ടീൻ്റെ ഡെലിവറി ടൈമിൽ ഇതേപോലെ തന്നെയായിരുന്നു, അവർ തെറ്റിയിട്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അന്നും അവർ കുട്ടീനെ കാണാൻ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെനും ഇതേപോലെ കുട്ടീനെ കാണാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ വാപ്പാൻ്റെ ആണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സീനോട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഇരുന്നാലും ഇപ്പോൾ എല്ലാവരും ചോദിക്കില്ല എന്താ വരാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പേരിൽ വരാതിരിക്കാൻ അങ്ങനെ ചിന്തിക്കാമല്ലോ, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ചിന്തിക്കാമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ എല്ലാ കാര്യത്തിനും പങ്കെടുക്കണം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം വീട്ടുകാരോടൊപ്പം എല്ലാ കാര്യത്തിനും നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എക്സ്ക്യൂസ് ഇതാണ്, കുട്ടികളൊക്കെ പിന്നെ അത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കണം, ഇതാണെന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണ സമയത്ത് വെക്കേഷൻ ആണെന്ന് പറയാം. നൗഫലിൻ്റെ കല്യാണ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, മക്കളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അന്ന് സ്കൂൾ കാര്യങ്ങളൊന്നും ഇല്ലേ, ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു വെറും കാരണങ്ങൾ, എക്സ്ക്യൂസുകൾ, ന്യായമില്ലാത്ത ഓരോ കാര്യങ്ങളായിട്ട് പറയുക മാത്രമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ സേലത്ത് നിന്ന് പിന്നെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് പരിപാടി പങ്കെടുത്ത് പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോഴും അവിടെ നിന്ന് ട്രെയിനുള്ളതാണ്. കുട്ടികളുടെ അവിടെ പിന്നെ അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ ഏൽപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് വരാം. ഇപ്പോൾ രാവിലെ വന്നാലും വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും, അതൊക്കെ പറ്റും. ഞാൻ കൊല്ലത്ത് അങ്ങനെ വന്നിട്ടും പോയിട്ടൊക്കെ ഉണ്ട്. അതേപോലെ അത്ര ദൂരം തന്നെയുള്ളൂ സേലത്തേക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ സേലത്തേക്കും പോകാൻ. അപ്പോൾ ഓരോ കാരണങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടരുത്. അപ്പോൾ ഈ നൗഫലിൻ്റെ കുട്ടീനെ ശരിക്കും ഈ സൗഫിയുടെ ഹസ്ബൻഡ് കാണുന്നപ്പോഴാണെന്നറിയോ, ഈ നേരത്തെ പറഞ്ഞ അവരുടെ സൗഫിയുടെ ചെറിയ കുട്ടീൻ്റെ ഓപ്പറേഷന് വരുമ്പോഴാണ് നൗഫലിൻ്റെ കുട്ടീനെ തന്നെ നേരെ കാണുന്നത് പോലും. അതായത് കുട്ടിക്ക് ഏകദേശം 8 മാസം ആയപ്പോഴാണ് കാണുന്നത് പോലും. പിന്നെ നൗഫലിൻ്റെ കുടിയിരിക്കൽ കാര്യങ്ങൾ അതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈ സൗഫിയുടെ ഹസ്ബൻഡ് വന്നിട്ടോ പങ്കെടുത്തിട്ടോ ഒന്നുമില്ല. ഒരു നല്ലൊരു കാര്യം ഫാമിലി വരുമ്പോൾ അവർ ഒന്നിനും കൂടിയിട്ടില്ല. അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ പോലും എന്തെങ്കിലും പ്രശ്നം ആവും, ഇവിടെ നിന്നാണ്ട് തിരിച്ചു പോകും. ഇവിടുന്ന് പോകുമ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരിക്കും. അവിടെ എത്തിയിട്ട് അടുത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്കിതൊക്കെയാണ് മനസ്സിലായ കാര്യങ്ങൾ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ഈ പിന്നെ പിണങ്ങിയിട്ട് നിൽക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മൂക്കത്ത് ചുണ്ടി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ കെറുവിച്ച് നിൽക്കണമെന്നൊക്കെ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കണവരെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരെയും നല്ല രീതിയിൽ കാണണം, എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നെ ഞാൻ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സാഹചര്യം, എൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനും ഇതേമാതിരി ഒന്ന് ഓരോന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ ആവശ്യമില്ല. കാരണം ഒക്കെ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൗഫൽ അതിൽ പറയുന്നുണ്ട്, നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്ത് സൗഫിനെ വിളിക്കുമ്മ എന്ന് പറയുന്നുണ്ട്, ഉമ്മ വിളിക്കുന്നതും ഉണ്ട് അതിൽ. അതൊന്നും അപ്പോൾ എടുത്തില്ല. അപ്പോൾ ഏതായാലും പിന്നെ നജില സീനു പിന്നെ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിച്ചിട്ടാണ് അവരെ കാര്യം അറിയുന്നത് കൂടി. പിന്നെ അതുപോലെ അവർ പറയുന്നുണ്ട്, പിന്നെ ഞാനും ചക്കരയും ഞങ്ങളാരും അവിടേക്ക് ചെന്നില്ല എന്ന്, അവരെ വീട് കുടിയിരിക്കൽ സമയത്ത് ചെന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, വീട് അവർ മാറിയ കാര്യം ഒരിക്കൽ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രസവവും കാര്യങ്ങളൊക്കെ പിന്നെയാണല്ലോ വന്നത്. അവർ വീട് മാറിയ കാര്യവും ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ എന്തോ ആയിട്ടാണ് ഞാനും എൻ്റെ വൈഫും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് പോലും ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ ഞങ്ങളെ മൈൻഡ് ചെയ്യാൻ പോലും സൗഫിയുടെ ഹസ്ബൻഡോട് ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരവിടെ നിന്ന് മാറി ഒളിച്ച് നിൽക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങളോട് പിന്നെ എങ്ങനെ പറയാനാണ് അല്ലേ? ഞങ്ങളോട് എങ്ങനെ പറയും? ഞങ്ങളുടെ അടുത്ത് ഒന്നും അറിയിച്ചിട്ടില്ല വീട് മാറിയ കാര്യമൊന്നും. അഥവാ അറിയിച്ചെങ്കിൽ കൂടി നമുക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ കൂടി ചക്കരയ്ക്ക് വരത്തില്ല, അവൾ ആ ടൈമിൽ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പോയി വരുന്ന കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ആരെ അറിയിച്ചിട്ടില്ല, ഒരക്ഷരം കൊണ്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. അന്നൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്കെ തന്നെ വീഡിയോയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാം അങ്ങനെ തന്നെ ഞങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അവരും പറയുന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടീനെ നമ്മൾ ഫോട്ടോ വെച്ച് കൊടുത്തില്ല, വീഡിയോ വെച്ച് കൊടുത്തില്ല എന്നൊക്കെ. നമ്മൾ ഇത്രയും വിളിച്ചിട്ടും ഇത്രയും കോൾ എടുക്കാത്ത ആളോട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഇത്രയൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടും നമ്മൾ വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാത്ത നമ്മളത്രയും തഴയുന്നവരോട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറയുന്നുണ്ടല്ലോ നമ്മൾ വിളിച്ചില്ല, ഫോട്ടോ അനുപ്പി വിട്ടില്ല എന്നൊക്കെ. നമ്മൾ പിന്നെ എന്താണ് അയച്ചു കൊടുക്കാനുള്ളത്? നിങ്ങളൊന്ന് പറയും. നമ്മുടെ അടുത്ത് പിന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ അടുത്ത് എങ്ങനെ നിന്നാലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് നല്ലപടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇതിനകത്തൊക്കെ? അപ്പോൾ ഏതാണ്ട് ഇവരുടെ സ്വഭാവം ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടിയും ഇവിടുത്തെ, അതായത് ചക്കരൻ്റെ ഉമ്മായും അവരുടെ പിന്നെ നൗഫലായിക്കോട്ടെ എല്ലാവരും അവരുടെ പെരുമാറുന്നതും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലപോലെ അവർ അറിയിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാണ് കോളെടുക്കാത്തതും ഇവരോടൊപ്പം ഒന്നിനും സഹകരിക്കാത്തതും കൂട്ടാക്കാത്തതും. പക്ഷെ ഇതൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, പുറത്ത് പറയുന്നില്ല, പൊതുജനങ്ങളിലോട്ട് അവരിതൊന്നും പറയുന്നില്ല. ഇതൊക്കെ മറിച്ചിട്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ കാണുന്നവർ സ്വാഭാവികമായിട്ടും ഇവരുടെ സൈഡ് അല്ലെങ്കിൽ നമ്മളെ സൈഡ് അങ്ങനെ കുറ്റപ്പെടുത്തുള്ളൂ. അവരെല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ നിജാസിന് കുറച്ച് പണമായി, അല്ലെങ്കിൽ നൗഫലിന് കുറച്ച് പണമായപ്പോൾ അവരൊക്കെ വിട്ടെന്ന്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വളർന്നു തുടങ്ങിയ സമയത്ത് തന്നെ വീട് അത് എൻ്റെ ഉപ്പ വെച്ചതാണ്. അത് ഉപ്പ വെച്ചെങ്കിൽ അത് എൻ്റെ ഉപ്പാൻ്റെ കഴിവാണ്. പിന്നെ ഞാനൊരു കാർ എടുത്തെങ്കിൽ അത് എന്നെ കൊണ്ട് ആദ്യമൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. ആദ്യം ഞാനൊരു ചെറിയ വണ്ടി എടുത്തു. പിന്നെ എന്നെ കൊണ്ട് ആവണ രീതി എത്തിയപ്പോഴാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് എടുത്തത്. അപ്പോൾ അതെടുത്തെങ്കിൽ അത് എൻ്റെ രീതിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ എടുത്തതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് പിന്നെ അവരെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളവരെ ഒഴിവാക്കി. നമ്മൾ ആരെയും ഇതുവരെയ്ക്ക് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാൻ്റെ കയ്യിൽ പിന്നെ ഉള്ളതനുസരിച്ച് അവനാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അവരുടേത് കാര്യം. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ പറയാനുള്ള കാര്യമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതെന്നേ ഉള്ളൂ. അവനാൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അവനാൻ ജീവിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിപ്പോൾ വേറെ ആരെയും വിലയിരുത്താൻ പറ്റത്തില്ല. അവനാന് വേണമെങ്കിൽ അവനാൻ ഉണ്ടാക്കുക. അതിപ്പോൾ ഏത് വഴിയോ, യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ സമ്പാദിക്കണത്. ഇപ്പം ഓരോ വരുമാന സ്രോതസ് അങ്ങനെയാണ്. അവരതും അങ്ങനെ തന്നെ, എൻ്റെതും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യണതും. അതേപോലെ അവരും ചെയ്തോട്ടെ, ഇപ്പോൾ ഇല്ലാന്ന് ആരും പറയണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളവരെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരെ നിങ്ങൾ പിന്നെ അങ്ങനെ തഴഞ്ഞു ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ചാനലിൽ അവർ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് പിന്നെ അവരുടെ ചാനലിൽ വരുന്ന പിന്നെ അനുകൂലമായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, അതായത് അത് അവർക്ക് പ്രതികൂലമാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവരത് ഡിലീറ്റ് ചെയ്ത് മറച്ച് കളയുന്നു. സത്യം ഓരോരുത്തർ നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാർ അവർക്കറിയാം എന്താണ് സത്യാവസ്ഥ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ചാനലിൽ പോയിട്ട് വീഡിയോയ്ക്ക് താഴെ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ കാര്യം എന്ന് പറഞ്ഞ് സത്യം ഇടുമ്പോൾ അതവർ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതവിടെ ഇല്ല. എന്നിട്ട് അവർ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വന്നിട്ട് അവർ തന്നെ യൂസർ ഐ ഡി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് ഏത് പേരാണെന്ന്, വായിക്കുന്നവർക്ക് മനസ്സിലാവും. അവർ തന്നെ വന്നിട്ട് അവരെ പറ്റിയിട്ട് പ്ലസ് പോയിന്റുകൾ കമന്റുകൾ അങ്ങനെ ഇടുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഇതിനിടെ കൂടി അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാം നല്ലത്. അപ്പോൾ എല്ലാം നല്ലതിനാവട്ടെ. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ആരോട് ഒരു ശത്രുത ഒരു വൈരാഗ്യവും എനിക്കില്ല. എൻ്റെ അടുത്തിപ്പോൾ അവർ ഇന്ന് വന്ന് മിണ്ടിയാലും നാളെ വന്ന് മിണ്ടാനാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. നമുക്കിപ്പോൾ പടച്ചോനെ മറന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളൂ, എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായി? ഇന്ന് വരുന്നത് ചിലപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം മതി, അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയതില്ല നാളെ പോകും. ചിലപ്പോൾ നാളെ നമ്മൾ നിൽക്കുന്നേക്കാളും വലിയ നിലയിലെത്തും. അതുകൊണ്ട് ഞാനിതുവരെ പടച്ചോനെ മറന്നിട്ടോ പണം കണ്ട് ആഗ്രഹിച്ചിട്ടോ ഒന്നുമില്ല. ഞാനൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്ന ആൾക്കാരാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറ്റ കാണാതെ ഒന്നും വന്ന ആളല്ല, ഞാൻ അതൊക്കെ കണ്ടു വന്നിട്ടുള്ള ആൾ തന്നെയാണ്. എൻ്റെ ഒപ്പം അങ്ങനെ തന്നെയാണ് എന്നെ നോക്കിയതും. അതുകൊണ്ട് ഇപ്പോൾ ഒരാളെ കയ്യിലുണ്ട് ഒരാളെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ഒഴിവാക്കാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ തന്നെ ആയാലും ഇതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ അവനവൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള പാലക്കാട്ടുള്ള ഇവിടുത്തെ വീട്ടിലുള്ള ആൾക്കാർ വേണം, അവരുടെ കാര്യങ്ങളെല്ലാം വേണം, അവരുടെ എല്ലാ കാര്യത്തിനും ഇവർ വേണം. അതെല്ലാം കഴിയുമ്പോൾ അവർക്ക് പിന്നെ കുറ്റം പറയുക, തള്ളിപ്പറയുക, അതൊക്കെ തന്നെ. അതായത് നമ്മളൊരു ചൊല്ലുണ്ട്, പാലം കിടക്കും മുമ്പ് നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്നൊക്കെ പറയും. അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ഓവറോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ അവിടെ ഉള്ള ആളായതുകൊണ്ട് എനിക്കതറിയാം. ഇതൊന്നും നിങ്ങളാരും അറിയുന്നില്ല, ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞതാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് കൊണ്ട് കുറച്ച് ലെങ്തി ആയതാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അത്രത്തോളം ചെയ്യാത്തൊരു കാര്യത്തിന് ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെയും എൻ്റെ കുടുംബക്കാരെയും ചെയ്യാത്ത കാര്യത്തിന് ഓരോരുത്തർ ഇങ്ങനെ വിലയിരുത്തണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത്രയും ഇതായിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അതേസമയം ഞാൻ ചെയ്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെ തലകുനിച്ചിരുന്ന് കേൾക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ചെയ്യാത്ത കാര്യത്തിന് ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും പഴി ചാരി എന്നുള്ളൊരവസ്ഥ വന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എൻ്റെ രണ്ട് വശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നെ ഈ ഒരു പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതും. അപ്പോൾ ഞാൻ ഇതിനെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാതിരുന്നാൽ പിന്നെ ഉറപ്പായിട്ടും അത് കാണുന്ന ആൾക്കാർ വിചാരിക്കും നമ്മളത് വീഡിയോ തിരിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാത്തതുകൊണ്ടോ നമ്മളെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അതുകൊണ്ട് നമ്മൾ വാമൂടി മിണ്ടായിരിക്കണം നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യമില്ല. ചെയ്ത തെറ്റല്ല, നമ്മൾ ചെയ്ത കാര്യമല്ല,
പിന്നെ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് നിങ്ങളോടത്തൊന്ന് പറയണമെന്ന് തോന്നിയതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇത് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്നെ പറ്റിയിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട് ആൾക്കാർ ഇവിടെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച് ചിത്രീകരിച്ച് കൊണ്ടിരിക്കും. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കടമയായിരുന്നു, ഞാൻ പറഞ്ഞു. അല്ലാതെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമ്മൾ കാണുന്നതാണ് ഒരുപാട് ഫാമിലി കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ വെറുതെ മരിച്ച് ചർച്ചയാക്കുന്നത്. അപ്പോൾ എനിക്കതിന് തീരെ താല്പര്യമില്ലാത്ത ആളാണ്, എനിക്കതിന് നേരമില്ലാത്ത ആളാണ്. കാരണം എനിക്കിപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ പ്രസവരക്ഷ കാര്യങ്ങളിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെയൊക്കെ ആയിട്ട് എനിക്ക് ഓരോ തിരക്കിലാണ് ഞാൻ, മനസ്സിലായില്ല. അപ്പോൾ എനിക്കിത് ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അങ്ങോട്ടും ഓരോരുത്തർക്ക് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടോ വലിച്ചഴിക്കാൻ വേണ്ടിയിട്ടോ പച്ചമാംസം തിന്നാൻ വേണ്ടിയിട്ടോ ഒന്നും താല്പര്യപ്പെടുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കിത് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല. നാളെ ഇനിയിപ്പോൾ അവർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാണെങ്കിൽ എനിക്കിനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനുമില്ല. കാരണം എൻ്റെ അഭിപ്രായം, ഞാൻ പറയാനുള്ള നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന പിന്നെ കുറച്ച് ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പറയണം തോന്നി. എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞതാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആര് എപ്പോൾ ഏത് നേരം ചോദിച്ചാലും എനിക്ക് ഇതേപോലെ തന്നെ പറയാൻ കഴിയും. കാരണം ഞാൻ ഇതിനകത്ത് വേണ്ടിയിട്ട് ഒന്നും ഞാൻ നുണ പറയുക കാര്യങ്ങളൊന്നുമല്ല. കാരണം എപ്പോൾ വിളിച്ച് ചോദിച്ചാലും, ഏത് പാതിരാത്രി ഏത് ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും എനിക്കത് പറയാൻ കഴിയും. കാരണം സത്യമായിട്ടുള്ള കാര്യം എനിക്കറിയാവുന്ന കാര്യങ്ങളായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച, അല്ലെങ്കിൽ ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം എനിക്കിനി മുന്നോട്ട് ഇതേപോലെ തുറന്നുകൊണ്ട് പോയാൽ യാതൊരു താല്പര്യമില്ല, എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് ഞാൻ ഇവിടത്തെ കൊണ്ട് തന്നെ നിർത്തുകയാണ്. എനിക്ക് യാതൊരു താല്പര്യ കാര്യങ്ങളുള്ള ആളല്ല ഞാൻ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും താല്പര്യമില്ല. അപ്പോൾ ഏതായാലും അതിനുള്ള ഇട വരാതിരിക്കട്ടെ. ഇനിയും ഇതിനെ ചൊല്ലിയിട്ട് ഓരോന്ന് പിന്നെ സംസാരിക്കാനോ വർത്തമാനം പറയാനോ വരാനുള്ള ഇട വരാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ശരി, ഓക്കെ.